ഹായ്, ഒരു കഥ ചൊല്ലട്ടുമാ. ഞാനിപ്പോൾ അടുത്തിടെ ഞാൻ കേട്ടൊരു കഥയാണ്. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എനിക്കതെങ്ങനെ ഫീൽ ചെയ്തെന്ന് കഥ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം. സ്റ്റോറി ഞാൻ പറയാം. അപ്പം ഒരു കുറച്ച് പഴയ സമയത്തിലെ, അതായത് നമ്മുടെ മൊബൈലോ ഈ മൊബൈലിലെ ടെക്സ്റ്റിങ്ങോ കോളോ ഒന്നുമില്ലാണ്ട് നമ്മൾ എഴുത്തെഴുതിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടല്ലോ. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് പോവാണ്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയോട് പറഞ്ഞു, അവിടെ ചെന്നിട്ട് നീ വിശേഷങ്ങൾ എല്ലാ വിവരത്തിനും എനിക്ക് എഴുത്തെഴുതണം, എല്ലാ വിശേഷങ്ങളും എഴുതണം, കാര്യം നീ ശ്രദ്ധിക്കണം, നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നല്ല വിശേഷങ്ങൾ മുഴുവൻ നീ പേന വെച്ച് എഴുതണം, നല്ലതല്ലാത്ത വിശേഷങ്ങൾ സങ്കടങ്ങൾ ഒക്കെ നീ പെൻസിൽ വെച്ച് എഴുതണം. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് അച്ഛൻ. അങ്ങനെ പോയി. അപ്പോൾ കുട്ടി സമ്മതിച്ചു, ശരി, എല്ലാം ഞങ്ങൾ അറിഞ്ഞിരിക്കണം, അപ്പം നീ എല്ലാം എഴുതണമെന്നൊക്കെ പറയും. ശരി, ആ കുട്ടി പോയി ഒരു 10, 15, 20 അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ എഴുത്ത് അച്ഛന് കിട്ടുകയാണ്. അപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ അപ്പോൾ അച്ഛൻ പൊട്ടിച്ചു അച്ഛനെ നോക്കിയപ്പോൾ എല്ലാം പേനോണ്ട് എഴുതിക്കണേ. സോ ആള് ചോദിച്ചു, അപ്പോൾ ആളുടെ ഇൻസ്ട്രക്ഷൻ ആൾ ഓർത്തു, എല്ലാം പേനോണ്ടാണല്ലോ. തന്നെ ആളത് വായിക്കാൻ തുടങ്ങി. എല്ലാവരും, അച്ഛൻ ഇവിടെ എല്ലാവരും എന്നോട് സ്നേഹത്തിലാണ് പെരുമാറണം, ഇവിടെ നല്ല ആൾക്കാരാണ്, നല്ല വീടാണ്, എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ലെറ്റർ ഉണ്ട്. അത് വായിച്ച് എല്ലാം വന്നിട്ട് ഏറ്റവും അവസാനം ഒരു വരിയാണ്. അപ്പോൾ ആ വരി ഇങ്ങനെയായിരുന്നു: അച്ഛാ, ഞാൻ ഈ വീട് മുഴുവൻ തപ്പിയിട്ടും എനിക്കൊരു പെൻസിൽ കിട്ടിയില്ല. സോ അതാണ് ആ കഥയോടെ കഴിഞ്ഞു. പക്ഷേ ആ അവസാനത്തെ ആ വരിയുടെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അത് സോ ഇറ്റ് വാസ്, എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ഞാനത് കഴിഞ്ഞ് റിപ്പീറ്റഡ്ലി ഒരു 3-4 ടൈംസൊക്കെ ഞാനത് കണ്ടു. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ആ പെയിൻ ഫീൽ ചെയ്യും. പെയിൻ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, നിസ്സഹായാവസ്ഥയില്ലേ. ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് ഇരുന്നുകൊണ്ട് വേറൊരാളായിട്ട് കാണിക്കേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥയാണത്. അപ്പോൾ പക്ഷെ ആ ഒരു വരിയിലല്ലാണ്ട് എനിക്ക് എഴുതേണ്ടിയിരുന്നത് മുഴുവനും ഒന്നും ഇതല്ല. പക്ഷേ പേന വെച്ച് എഴുതുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ എഴുതിയിരിക്കണം പ്രോബബ്ലി. പക്ഷേ അടിയിൽ എഴുതിയ ആ ഒരു വരിയിൽ, ഈ വീട് മുഴുവനും തപ്പിയിട്ട് എനിക്കൊരു പെൻസിൽ കിട്ടിയില്ല അച്ഛ എന്ന് പറഞ്ഞൊരു വാക്കില്ലേ, അതിൽ ആ പെയിൻ മുഴുവനുണ്ട്. അത് ആ ഒരു അവസ്ഥയിൽ പോയൊരാൾക്ക് മാത്രമാണ് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സോ എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആ ഒരു കുട്ടിയുടെ നിസ്സഹായാവസ്ഥയില്ലേ,